ഇനിയിപ്പോൾ നമ്മൾ കൗണ്ടർ പോസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഫോർവേഡ് ബെൻഡിങ്, യോഗയിൽ ഒരു ആസനം ചെയ്യുന്ന സമയത്ത് ഒരു ഫോർവേഡ് ബെൻഡിങ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് കൂടെ ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊരു കാര്യം ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ ഏതൊരു എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ടേൺ ചെയ്യുകയാണെങ്കിൽ അതേപോലെ എന്ത് ചെയ്യണം, ഒരു ലെഫ്റ്റ് സൈഡ് ടേണും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ യോഗയുടെ ആസനാസ് എടുത്ത് പറയുകയാണ്. അർദ്ധചക്രാസനം ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്ററാണ്. അപ്പോൾ സ്പൈനിൻ്റെ ബാക്ക്വേർഡ് ബെൻഡിങ് മൂവ്മെൻ്റ് ആണ് അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാദഹസ്താസനം, അതായത് ഫോർവേഡ് ബെൻഡിങ് കൂടെ ചെയ്തിരിക്കേണ്ടതാണ്. അതായത് നമ്മൾ ആ സൈക്കിളിൽ ബാലൻസ് ചെയ്യുകയാണ് ഇതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ധനുരാസനം ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ മേ ബി നമ്മുടെ സ്പൈനിൽ അവിടെ എവിടെയും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ക്രാമ്പോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നേക്കാം. കാരണം അത്രയും നല്ല സ്ട്രെച്ചിങ് ആണ്, ബാക്ക്വേർഡ് സ്ട്രെച്ചിങ് ആണ് അതിന് ചെയ്യുന്നത്. സോ അതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ എത്ര തന്നെ കറക്റ്റായി ചെയ്താലും ചെറുതായിട്ട് എവിടെയെങ്കിലും ശരീരം പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശശാങ്കാസനം, അതായത് ഫോർവേഡ് ബെൻഡിലോട്ട് വരുന്നതും അതിനുള്ളൊരു കൗണ്ടർ പോസ്റ്റർ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ സ്പൈനിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ്. സോ അങ്ങനെ ഒരു കൗണ്ടർ പോസ്റ്ററോടുകൂടി യോഗ ചെയ്യുന്ന മാത്രമേ ഒരു കംപ്ലീറ്റ് സൈക്കിളായിട്ട് വരത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ഇപ്പോൾ ബാക്ക്വേർഡ് ബെൻഡിങ് കഴിഞ്ഞാലും ഒരു ഫോർവേഡ് ബെൻഡിങ്, അപ്പോൾ എന്നാൽ മാത്രം ഒരു കറക്റ്റ് സൈക്ലിംഗ്. ഈവൻ നമ്മളിപ്പോൾ സൂര്യ നമസ്കാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ചെയ്യും. നമ്മളൊരു സൈഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ദെൻ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് സൈക്കിളിലോട്ട് മൂവ് ചെയ്തിട്ട് വേണം മിക്ക യോഗ പോസ്റ്റേഴ്സും ചെയ്യുന്നത്. അതിൽ മോസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബെൻഡിങ്ങിലാണ്. ഫോർവേഡ് ബെൻഡിങ്ങും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ബെൻഡിങ്ങും വരുന്ന പോസ്റ്റേഴ്സിലാണ് ഈ കൗണ്ടർ പോസ്റ്റേഴ്സ് വരുന്നത്.